ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായിട്ട് 128 സങ്കീർത്തനം അവിടെ വായിക്കുമ്പോൾ കാണുന്ന യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അപ്പം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴി നടക്കുന്നെങ്കിൽ നീ ഭാഗ്യവാനാണ്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വേറെങ്ങും പോകേണ്ട കാര്യമില്ല, ലോട്ടറി എടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ സ്ഥിരനിക്ഷേപമായ ഭാഗ്യമാണ്, സ്ഥിരമായിട്ട് നിനക്ക് കിട്ടുന്ന ഭാഗ്യം. അതുകൊണ്ട് യഹോവയെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികൾ നടക്കുന്നുവെങ്കിൽ ഭാഗ്യവാനാണ്. നിന്റെ കൈകളുടെ ഫലം നീ തിന്നും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ കൊണ്ട് ദൈവം അധ്വാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നീ അനുഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് യഹോവ തിരഞ്ഞെടുക്കുന്ന ജനം ഭാഗ്യമെന്നാണ് പറയുന്നത്. നിന്നെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നീ ഭാഗ്യവാൻ. സ്ഥിരമായിട്ടൊരു ഭാഗ്യം നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പറയുന്നത്, അപ്പനെയും അമ്മയും മക്കളെയും മക്കളുടെ മക്കളെയും നീ കാണും. നിന്റെ ജീവിതത്തിൽ കൊച്ചുമക്കളെ വരെ കാണാനുള്ള അവസരം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ ദൈവത്തിൻ്റെ വഴി നടക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടക്കും, ദൈവത്തിന് ആരാധനയ്ക്ക് നടക്കുമ്പോൾ നിനക്ക് ഇതിനുള്ള അവസരം ദൈവം നിനക്ക് തരും. അതുപോലെ നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി. അങ്ങനെ മുന്തിരിവള്ളി പോലെ നാം മനസ്സിലാക്കുന്നത്, ഞാനും നിങ്ങളും ഭവനത്തിൽ കാണണം, ഞാനും നിങ്ങളും ഭാര്യയോടൊപ്പം കാണണം, അവരുമായിട്ട് അല്പം സൗഹൃദം പങ്കിടണം, സ്നേഹം പങ്കിടണം, സ്നേഹത്തിൽ മുന്നോട്ട് പോകണം. അതുപോലെ മക്കൾ ഒരുതൈകൾ പോലെ ഇരിക്കും. ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും കുഞ്ഞുങ്ങളോടൊപ്പം ഭാര്യയോടൊപ്പം ആയിത്തീരുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം പരസ്പരം പങ്കുവെക്കുന്നുണ്ടെങ്കിൽ, ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ, ക്രിമിനലുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ സമാധാനമില്ല. നീ ദൈവത്തിൻ്റെ വഴിയെ പോകുന്നുവെങ്കിൽ, കുടുംബം ഒന്നിച്ച് അല്പസമയം നീ പങ്കിടുന്നുവെങ്കിൽ, കുടുംബം ഒരുമിച്ച് കുഞ്ഞുങ്ങളോടൊന്നിച്ച് അല്പ സ്നേഹം പങ്കിടുന്നുവെങ്കിൽ, സൗഹൃദം പങ്കിടുന്നുവെങ്കിൽ, ദൈവകാര്യം ചർച്ച ചെയ്യുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ